നമസ്കാരം, ബൈജു ആണ്. നമ്മളിൽ പലരും ഒന്നോ രണ്ടോ സിം കാർഡുകൾ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. എന്നാൽ ഇതിന്റെ എണ്ണം 9-ൽ കൂടുതലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കാരണം അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഓഗസ്റ്റ് 24 മുതൽ, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാജ്യത്ത് പുതിയ സിം കാർഡ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് കേന്ദ്ര ടെലികോം ഡിപ്പാർട്ട്മെന്റ്. അതായത് രാജ്യത്ത് ഒരു വ്യക്തിയുടെ പേരിൽ സാധാരണയായി പരമാവധി 9 മൊബൈൽ കണക്ഷനുകൾ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ജമ്മു കാശ്മീർ, ആസാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഈ പരിധി 6 സിം കാർഡ് എന്നാക്കി ചുരുക്കിയിട്ടുമുണ്ട്. ഇനി മുതൽ പുതിയ സിം എടുക്കുമ്പോൾ ഫോട്ടോ പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുകയും നിങ്ങളുടെ പേരിൽ ഇതിനകം അനുവദനീയമായ പരിധിയിലുള്ള സിം കാർഡുകൾ ഉണ്ടെങ്കിൽ വീണ്ടും പുതിയ സിം എടുക്കാൻ ശ്രമിച്ചാൽ ടെലികോം കമ്പനികൾക്ക് അത് പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കുന്നതുമായിരിക്കും. പ്രത്യേകിച്ച് പഴയതായി ഉപയോഗിക്കാതെ കിടക്കുന്ന സിം കാർഡുകൾ നിങ്ങളുടെ പേരിൽ ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചു തരാം. ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റോ ആയി നിലവിൽ സ്വന്തം പേരിൽ കൂടുതൽ സിം കാർഡ് എടുത്തിട്ടുള്ളവർക്കും വീട്ടിലെ എല്ലാവരുടെയും സിം ഒരാളുടെ പേരിൽ എടുത്തിട്ടുള്ളവരും ആകെ എണ്ണം 9 എന്ന ഈ പരിധി കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ പുതിയ സിം കാർഡ് എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരിൽ നിലവിൽ എത്ര മൊബൈൽ കണക്ഷനുകൾ ഉണ്ട് എന്നത് വ്യക്തമാക്കേണ്ടി വരും. പരിധി ലംഘിച്ച് പുതിയ സിം കാർഡ് എടുത്തതായി പരിശോധനയിൽ കണ്ടെത്തിയാൽ ആ കണക്ഷൻ റദ്ദാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഒന്നോ രണ്ടോ സിം കാർഡുകൾ മാത്രം ഉപയോഗിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കൊന്നും ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആരും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. തട്ടിപ്പുകളും വ്യാജ സിം കാർഡുകളും തടയുക എന്നത് മാത്രമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓരോ വീഡിയോയുടെ പിന്നിലെ ഹാർഡ് വർക്ക് നിങ്ങൾ കാണാതെ പോകരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുണ്ടാവില്ലേ എൻ്റെ കൂടെ.